ഇവിടെ ലാൻഡ് ചെയ്തതിന് ശേഷേ ചായ കുടിശീലം വീണ്ടും തുടങ്ങി. ഗൾഫിലായിരുന്നപ്പോൾ ആ പ്രശ്നമില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം കുറെ ശീലങ്ങളും മാറി, സ്വഭാവവും മാറി. സ്വഭാവത്തിന് എന്തോന്ന് മാറ്റം വന്നു? അല്ല, ഞാൻ ഇനി അത് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ സംസാരം. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറെ കാര്യം പറയാനുണ്ട്. ഒന്നും പറയാതിരിക്കുകയാണ് ഞാൻ. അപ്പൊ ഇതൊക്കെ മനസ്സിൽ വെച്ചാണല്ലേ സംസാരിക്കണേ? കൊള്ളാം. എന്തോന്ന് കൊള്ളാന്ന്? ഇയാളും കുറെ കാര്യങ്ങൾ മനസ്സിൽ വെച്ചോണ്ട് എന്നല്ല നടക്കണത്. ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തണേണ് നല്ലത് ശ്രീ. അതാണ് നല്ലത്. കൂടുതലൊന്നും പറയുന്നുണ്ട്. ഞാൻ ചുമ്മാ എന്നിട്ട് എന്തോ കള്ളി എന്റെ അടി കയറി ഇരിക്കടാ. വാ, പാമ്പ് കടിച്ചേ. എപ്പ എന്റെ അടി കയറി? വാ, എണീറ്റ് വാ. എപ്പ കേറി എന്റെ അടിയില്? കുട്ടുവാമൻ അടുക്കളയിൽ പോയപ്പോ ഞാൻ ഒളിഞ്ഞു കയറി. കുട്ടുവാമ കണ്ടില്ലേ? ഇല്ല. കുട്ടുവാമൻ പേടിച്ചു പോയി കേട്ടാ മക്കളെ. എന്ത് പേടി? കുട്ടുവാമന്റെ പഴയ ധൈര്യമൊക്കെ പോയ മക്കളെ. അതെങ്ങനെ? ഇനിയിപ്പൊ പേടിച്ചല്ലേ പറ്റൂ. തുടങ്ങി കുത്തി പറയാൻ തുടങ്ങി. അമ്മായി, പറയടേ. ഞാനേ ഹെയർ സ്പാ ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് കണ്ടോ, ഭയങ്കര ഡ്രൈ ആയി. സോ വിൽ യു കം വിത്ത് മീ? പോവാ. എനിക്കും ചെയ്യണം, കുറെ ദിവസമായി പോയിട്ട്. ആരെ വിളിച്ചേ? ആരും വിളിച്ചില്ലല്ലോ. ശ്രീ, പൈസ ചോദിക്കുന്ന വെച്ചിട്ടാണെങ്കിൽ പോണ്ട. എന്റെ ഉള്ള പൈസ ഞാൻ പോയിക്കോളാം. അല്ല, ശ്രീയല്ലേ പറയണ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പറഞ്ഞാ മതി, അയച്ചു തരാം. എന്നാ പിന്നെ എന്റെ ഹെയർ സ്പായുടെ എക്സ്പെൻസും കൂടെ മാമൻ എടുക്കുകയാണെങ്കിൽ. കഷ്ടം ഇത്. ഭാര്യ വന്നപ്പോ എന്ത് അനന്തരം. അയ്യോ, ഞാൻ എന്ത് വേണോ ചെയ്ത് തരാം. നീ നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് എങ്ങാനും പോയി പറഞ്ഞാൽ അതിൽ പിടിച്ച് കയറി എന്റെ കഴുത്തി പിടിച്ച് തൂങ്ങും. എന്റെ ഹെയറും കൂടെ ഒന്ന് സെറ്റ് ചെയ്താ കൊള്ളാം. എന്തിനാ വെറുതെ എല്ലാത്തിനിടെ കയറി വരണം? എന്നെ കൂടെ കൊണ്ടുപോ. അയ്യോ വേണ്ട. നിങ്ങൾ പോയിട്ട് വരുമ്പോഴേ എന്റെ പാറുമോക്ക് ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വരണേ. അത് സെറ്റാക്കാം. അങ്ങനെയാണെങ്കിൽ 5 ഐസ്ക്രീം മേടിച്ചോണ്ട് വന്നാൽ വിരോധമില്ല. ഇവിടെ കഴിക്കാൻ ആൾക്കാരുണ്ട്. നിർബന്ധം എന്തിനാണ്? ഞാൻ നിങ്ങൾ ഒരുവനല്ലേ? ഞങ്ങളൊരുവനല്ല, പക്ഷെ വല്ലാത്തൊരുവനാണ്. വാശിയാണോ? വാശിയാണേ ഞങ്ങളും വാശിയാണ്. കുട്ടുവാമ, ഇവരെങ്ങോട്ടാന്ന് വെച്ചാൽ പോട്ട്, നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി കറങ്ങിട്ട് വരാം. എടേ നീ ചുമ്മാ എടേ, ഒന്നാമതേ ഞാൻ ഇവിടെ തല ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ വരട്ടെ. എനിക്ക് പ്രത്യേകിച്ച് വേണ്ട, ലൈൻസ് ആയിട്ട് വല്ലോ ചെറുതായിട്ട് വല്ലതും മേടിച്ചെന്നാ മതി. അയ്യോ, ചെറുതും പറഞ്ഞ് കയറി വരും. എന്നിട്ട് മറ്റേ കട്ടയമാടാണ്. നിങ്ങൾ പോയിട്ട് വേടോ. അപ്പൊ കൊണ്ടുപോലല്ലോ ഉറപ്പാ? ഓടാ. ഞാൻ പോണു. മോയ് അമ്മ അല്ല, സ്പെഷ്യലൊക്കെ കിട്ടിയിട്ടേ കുറച്ച് ദിവസമായി. വലിയൊരു തല കറി വെച്ചിട്ട് കുറച്ച് ദിവസമായുള്ളൂ. മാസങ്ങളായത്? ആര് പറഞ്ഞു മാസങ്ങളായത്? 1 മാസം. ഒന്ന് പോടാ, 3 ആഴ്ച. എന്താവട്ടെ, കുറച്ച് ദിവസം കഴിയുമ്പോ 2 ദിവസം കഴിയട്ടെ. 2 ദിവസം കഴിയുമ്പോ അമ്മ സ്പെഷ്യൽ ഉണ്ടാക്കി തരാം. ഉറപ്പാണോ? നിനക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ. എന്നാ പിന്നെ അത് മതി. സ്പെഷ്യൽ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞാൽ എന്താ മോനും അമ്മയും തമ്മിലൊരു സ്പെഷ്യൽ ചർച്ച? നമ്മള് സ്പെഷ്യൽ ആയിരുന്നു പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എങ്ങനെ മനസ്സിലായത്? ഇടേ അച്ഛനെല്ലാം അറിയാം. ഒന്നുമല്ലടാ കേശു, നമ്മൾ പറഞ്ഞതും അച്ഛൻ പറഞ്ഞതും തമ്മിൽ ബ്ലെൻഡായി, യാദൃശ്യമായിട്ട്. അത് തന്നെ കാര്യം. അച്ഛോ, സംഭവം പറഞ്ഞില്ല. ഞാൻ അമ്മയടുത്ത് പറയായിരുന്നു കഴിക്കാൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തരണം. അപ്പൊ അമ്മ പറഞ്ഞ് 2 ആഴ്ചക്കകം ഉണ്ടാക്കി തരാം. വെറൈറ്റി സാധനം അമ്മയടുത്ത് കൊണ്ടുവരാൻ പറ, ഞാൻ പാചകം ചെയ്ത് കൈ തരൂലേ. അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യലേ അച്ഛൻ്റെ കയ്യിൽ നിൽക്കില്ല മക്കളെ, അത് അമ്മ തന്നെ ഉണ്ടാക്കണം. ആരുണ്ടാക്കിയാലും കുഴപ്പമില്ല, വായ വെച്ച് കഴിക്കാൻ തോന്നാം, അത്രേ ഉള്ളൂ. എന്തേ മോമല്ലാതിരിക്കും? എന്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ 2 എണ്ണത്തിനെ കാണാനില്ല. 1.5 മണിക്കൂറായി പോയിട്ട്. ഗൗരി ലക്ഷ്മല്ലേ പോയത്? അതും ബ്യൂട്ടി പാർലറല്ലേ? 2-3 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയാൽ മതി. പോയപ്പോ എൻ്റെ 2000 രൂപ വാങ്ങിച്ചോണ്ടാണ് പോയത്. അത് തികയില്ലെന്നൊരു സൂചനയും തന്നു. ഇനി അയച്ചു കൊടുക്കേണ്ടി വരും. നിനക്ക് എന്താടേ തലക്ക് വാളോ? 2-3 ദിവസം വീട്ടിൽ തരുന്നുള്ള പൈസയാണ്, ഒറ്റ അടിക്ക് പോവും. പിന്നെ മുമ്പ് ചില ആഘോഷങ്ങൾ ഇവിടെ നടക്കാറുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഒറ്റയടിക്ക് 5000 രൂപയൊക്കെയാണ് ബും അവിടെ. എന്റെ തല കുരിപ്പിക്കാൻ വേണ്ടി ഇവിടെ പഴയ കഥയുണ്ട്, എന്നുള്ളിൽ കൊണ്ട് വരെയാണ്. അച്ഛൻ പണ്ട് മുട്ടപ്പാലുമായിട്ട് ഇവിടെ വിലസിയ സമയത്ത് എല്ലാം കൂടെ എത്ര രൂപ പോയി? അവസാനം അമ്മയുടെ 1,00,000 രൂപ കടമായി. അതൊരു കാലം. എന്തിനായിരുന്നടേ ഇടം വലം ഗുണ്ടകൾ, നമ്മളെ പയ്യന്മാർ, ചങ്ക് ബ്രോസ്, പോലീസ് ഒഴുകുക, ആടി പിടി കത്തിക്കുത്ത് ബഹളം, ഭാര്യ വേണ്ട മക്കളും വേണ്ട. ഇങ്ങനെ പറന്ന് നടന്നില്ലേ ഞാൻ കുറേ കാലം. അതുപോലെ ഇനിയൊരു ദിവസം വന്നെങ്കിൽ കൊള്ളായിരുന്നു. ഒറ്റ പോക്കായിരിക്കും, പിന്നെ തിരിച്ചു വരൂല. ഇനി ഒരു ചാൻസും കൂടെ എടുത്താലേ ഞാൻ എൻ്റെ ചേച്ചിയും പിള്ളേരെ കൊണ്ട് അങ്ങ് പോകും. തലയ്ക്ക് വെളി വരുമ്പോൾ അങ്ങ് വരുമല്ല,
അപ്പൊ അടിയും തന്ന് ഓടിക്കും ആര്? അച്ഛൻ. ശ്രീകുട്ടാ, ഇത് വേറെ ജനുസാണ്. മരത്തിൻ്റെ മൂട്ടിച്ചെന്ന് നിന്നാലും ഒരൊറ്റ ഇല തലേ വീഴൂല. അഥവാ ഇല വന്നാലും ആളെ മനസ്സിലാക്കി വളഞ്ഞു വളഞ്ഞങ്ങ് മാറിപ്പോവും. ആളെ മനസ്സിലായോണ്ടായിരിക്കും പലതവണ വാടിയ കരിക്കും ഉണങ്ങിയ മടലൊക്കെ തലമണ്ടേ തന്നെ വന്ന് വീണത്. ഇത്രേ എന്തെങ്കിലും ഒന്ന് ഭംഗിക്ക് പറഞ്ഞുകൊണ്ട് വരുമ്പം അപ്പം വരും തേങ്ങാമാങ്ങാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. രണ്ടുപേരും പോയപ്പോ ഞാനും കൂടെ വരട്ടേന്ന് ചോദിച്ചു. അപ്പൊ വേണ്ടാന്ന് പറഞ്ഞു. അത് മക്കൾ അവർക്ക് വേറെ ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ. അല്ല, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല ഇവിടെ. ആര് പറഞ്ഞേ? ഇങ്ങോട്ട് വന്നേ. ആ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. ആ അച്ഛൻ ശ്രദ്ധിക്കുന്നില്ലേ? കുട്ടി വന്ന് ശ്രദ്ധിക്കണില്ലേ? കുഞ്ഞുമോളെ, മക്കളുടെ ചേട്ടൻ, ഞാനാണ് എപ്പോഴും നിന്നെ ശ്രദ്ധിക്കണത്. ഞാനൊന്നും പറയുന്നില്ല. എന്ത് മക്കളെ, എന്ത് പറ്റി? കുറെ കാര്യങ്ങളുണ്ട്, ഞാൻ എല്ലാം സഹിക്കുക. നീ എന്തോന്ന് സഹിക്കണ്? വേറെ വീട്ടില് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കിട്ടുന്ന വല്ല പരിഗണന എനിക്കുണ്ടോ? ഇല്ലേ? പരിഗണന ഉണ്ടല്ലോ. ഇല്ല നീലു? ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടിപ്പോവും. പാറു, ഒരുപാട് വിഷമമുണ്ട് കൂട്ടുമാമ. ഒരു സമരത്തിനുള്ള ആൾക്കാരുണ്ടല്ലോ, ഞാൻ പോണു. കേശു, എന്തുവാ മക്കളെ എങ്ങോടാ? എന്തുവാ? ഇത് ഭയങ്കര സ്ലോ ആടാ ഫോണാ? ഓ ഇതാണ്ട് കണ്ട ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ മാറുവേ, പിന്നെ അത് മാറണില്ല, സ്ലോ. ആ സംഭവം വേറൊന്നുമല്ല, ഫോൺ പഴയതായി, തൂക്കെടുത്ത് കളഞ്ഞിട്ട് വേറെ മേടിച്ചു മാമ. ആ നീ പോ, നീ പോ. അല്ല പിന്നെ വിളിച്ചു മറ്റേ ഫോൺ. എടേ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞതിന് തൊട്ടുമ്പ് വാങ്ങിച്ചതാണിത്. ഒരു കാര്യം ചെയ്യും, മൊബൈലിനെ ഒരു കയറ് കെട്ടി പാറവിടെ താഴ്ത്ത്, ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുത്തു നോക്കുക, എല്ലാ കംപ്ലൈൻറ്റും മാറി കിട്ടും. അങ്ങനെയാണെങ്കിൽ ചിലരൊക്കെ ഒരു ദിവസം മുഴുവൻ അവിടെ കെട്ടി താഴ്ത്തി ഇട്ടാൽ മതി, എല്ലാ കംപ്ലൈന്റും മാറി കിട്ടും. നീ കൂടെ വെച്ചിരിക്കുന്നു വേണ്ട. നീ എന്തോന്ന് പറഞ്ഞേ? ഫോൺ മാറ്റിട്ട് പുതിയ എടുക്കാൻ. ഫോൺ മാറ്റിയിട്ട് പുതിയത് മതി. എന്തിനാ ഇത്ര ബഹളം ഇവിടെ? എന്തോന്ന് ബഹളമെന്ന്? ഇപ്പൊ ഒരു ഫോണിന്റെ കാര്യം പറഞ്ഞു പോയി, അത്രേ ഉള്ളൂ. ഓ അങ്ങോട്ട് പോയ ആൾക്കാരല്ലല്ലോ ഇങ്ങോട്ട് വന്നപ്പോ. എങ്ങനെയുണ്ടാ? കൊള്ളാവോ? തെച്ചുവായി എന്താ നിന്റെ മുടിയെന്ന് കയറ് വിരിയ കേൾസ് അച്ഛാ, കേൾസാ കേൾസ് കേൾ. ഗൗരി നിനക്ക് ആകെ മാറ്റാണ്ടല്ലേ? കൊള്ളാം. ഞങ്ങള് പെഡിക്യൂറും മാനിക്യൂറും അതൊക്കെ ചെയ്തേ, ഫേഷ്യലൊക്കെ ചെയ്ത് ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാം കൂടെ എത്ര രൂപ? ആ എന്നിട്ട് അത് പറഞ്ഞിട്ട് വേണം ഞങ്ങളെ ചീത്ത വിളിക്കാൻ. കവളെന്തിനാ ചേച്ചി കഴിക്കാനുള്ളതല്ലോ തന്നെ. അല്ലടേ, ഇത് കുറച്ച് ലോഷനും ക്രീമും. പാറൂന്റെ നാട് മൊത്തം കടന്നല്ലേ കുത്തിയോ? മിണ്ടാത്ത എന്താ? കൊച്ചിനെല്ലാം പറഞ്ഞ അടി മേടിക്കണ്ടേ എന്ന്, അല്ലാണ്ട് എന്നെ കൊച്ചു വിഷമിച്ചിരിക്കുക. വിഷമോ എന്തിന്? ഞാൻ ദേ മിഠായി കൊണ്ടാ വന്നേ. എന്നാ മുട്ടായിയാ? കൊച്ചിന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നല്ലേ പറഞ്ഞു. അവർക്ക് എവിടെയാ നേരം? എന്നാ മിഠായി വേണ്ടി? എനിക്ക് വേണ്ട. സത്യം പറഞ്ഞോണ്ടല്ലോ, നമ്മൾ ഐസ്ക്രീമിന്റെ കാര്യം മറന്നുപോയി. പിന്നെ പറഞ്ഞ വഴിക്ക് ഇവിടെ അടുത്തൊരു കടയിൽ നിന്നാണ് ഈ മിഠായി മേടിച്ചത്. നമ്മുടെ കാര്യം എല്ലാരും മറക്കുമല്ലോ. ഓ, നമ്മുടെ കാര്യം മറന്നിട്ടാണ് ഇന്നാള് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞിട്ട് എന്തോരം കളിപ്പാട്ടമാണ്, ലോറിക്കാണ് കളിപ്പാട്ടം ഇവിടെ കൊണ്ടുവന്നത്. അതിന്റെ കാര്യമൊന്നും പറയണ്ട. വർക്കേരിയരും അവിടെ അടക്കളയിലായിട്ട് ചാക്കി കെട്ടി അവിടെ വെച്ചിട്ടുണ്ടല്ലോ കൂടെ. കളിപ്പാട്ടം ഇനി ആർക്ക് വേണം? ഞാൻ കൊച്ചുകുട്ടിയല്ല. ചിലപ്പോ കൊച്ചു കുട്ടി, ചിലപ്പോ വലിയ കുട്ടി. സാഹചര്യത്തിനനുസരിച്ച് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, വലുതും ചെറുതായിട്ടല്ലേ മക്കളെ? ചുമ്മാ ഒരു കൂട്ടുമാമ, ഞാൻ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു. നമ്മളൊന്നും പറഞ്ഞില്ലേ? അയ്യോ, ഞാനും ഒന്നും പറയണില്ലേ. എല്ലാം പറഞ്ഞാൽ എത്ര നാളായി ഉമ്മൻ തന്നിട്ട്, എത്ര നാളായി മുട്ടായി കാണിച്ചു തന്നിട്ട് എന്നൊക്കെ പറയും. എന്തായാലും ഞങ്ങൾ ഇനി ഇടയ്ക്ക് സ്പാ ചെയ്യാനും ഫേഷ്യൽ ചെയ്യാനൊക്കെ പോകും. അമ്മേനെ കൊണ്ടുപോട്ടെ. അയ്യോ, നമ്മളെ വിട്ടേക്ക്, ഒന്നിനും മനില്ല. അപ്പോഴും നമ്മളില്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ ആ കൊച്ചിനെ കൂടെ കൊണ്ടുപോകണം. അതില്ല. ചേട്ടാ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കല്ലേ. ശ്രീ വാ. അമ്മായിയുടെ ലോഷൻ സാധനം. അയ്യോ, നമ്മൾ പോട്ടെ, നമ്മൾ കണക്ക് എഴുതിട്ട് നമ്മളെ വിധി. കമ്മന്ന് കിട്ടി കിടക്കുന്ന പാറുവേ. ആരുമല്ലേ കീറു. അയ്യോ, എന്ത് മക്കളെ ഇവിടെ കിടക്കണേ? ഇവിടെ കിടക്കുന്നത് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. എൻ്റെ അമ്മമ്പോ, അച്ഛൻ അറിയാ ചോദിച്ചത്. കൊള്ളാല്ലേ? അതെ, മറ്റുള്ളവരെ പോലെ അച്ഛന് ലക്ഷങ്ങളുണ്ടെങ്കിലേ അച്ഛൻ നിന്നെ ഇംഗ്ലണ്ട്, അമേരിക്ക, ജപ്പാൻ, തുർക്കി അവിടെയൊക്കെ കൊണ്ടുപോയനെ. കൊണ്ടുപോയി കളയാൻ.
നോക്കട കേശു പറഞ്ഞേട്ടാ. അയ്യോ നമ്മളെ വിട്ടേക്കച്ച, നമ്മളൊന്നും ഇല്ലേ. ഓ ഒന്നുമില്ല, ആ മെറയുടെ പുറകെ നടന്നോ. എന്തോന്ന് കേശു കൊച്ചു പറഞ്ഞേട്ടാ, നീ അന്ത അളവൊക്കെ നീ എന്തരച്ച ഇങ്ങനെയൊക്കെ നോക്കണേ? അവള് ചുമ്മാ കിടന്ന് വിളിച്ചു പറയണത്. എന്തരെ പറയത്? ലച്ചു എവിടെടാ? ലച്ചു കുഴപ്പമില്ലാത്ത പോയി. സീരിയസ് ആയിട്ട് വേണമെങ്കിയാ? ഞാൻ മിണ്ടാതെ ഇവിടെ കിടക്കായിരുന്നു. വിളിച്ചാ ഓ എന്തേ എവിടെയും ചോദിക്കും. ചെവി കേൾക്കണ, വെറുതെ മമ്മായി കുമ്മായി വിളിച്ചോണ്ട്. പാറുവേ, നിന്റെ ഈ കൊഞ്ചലുണ്ടല്ലോ അത് ബാക്കിയുള്ളവർ കണ്ടോണ്ടിരിക്കും. എന്റെ സ്വഭാവം അറിയാലോ, കലിപ്പാണെങ്കിൽ ചെറുതാണോ വലുതാണോ എന്ന് ഞാൻ നോക്കൂല, കലിപ്പ് തന്നെയാ. ഞാനും അങ്ങനെ തന്നെ. എന്താ ഇവിടെ അടിയാവോ എല്ലാം കൂടി? മിക്കവാറും അടിയാവും. മിക്കവാറോ? പാറു പാറുന് എന്തോന്നാണ് വേണ്ട? പാറുട്ടൻ എന്ത് വേണം? ലച്ചു ചേച്ചി എടുത്ത് പറഞ്ഞാലും ശരിയാവും. അത് അങ്ങനെ പറയണ പാറു. ലച്ചു ചേച്ചി അമ്മായി സോപ്പിട്ട് വെച്ചിരിക്കല്ലേ, എനിക്ക് അതുപോലെ ഒന്ന് സോപ്പിടാൻ അറിഞ്ഞൂടാ. അത് പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ കൊച്ച്. എന്ത് കറക്റ്റായിട്ട് സോപ്പിടാൻ ഇവളെ കണ്ടുപിടിക്കണം. ആഹാ, അങ്ങനെ ഇപ്പൊ എല്ലാരും കൂടെ പാറുവിന്റെ തലയിലെടുത്ത് വെക്കൊന്നും വേണ്ട. ഈ കാണിക്കണ ദേഷ്യം എന്താണെന്നറിയോ? പണ്ടേ ഇവിടെ അംഗനവാടിയിലൊക്കെ പോകുമ്പോഴത്തേക്കും അലമ്പായിരുന്നു. അപ്പൊ ഞാൻ 2-3 തല്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ദേഷ്യം വെച്ചിട്ടാണ് ഈ കിടന്ന് പെരുമാറണത് അല്ലേ? എന്റെ ലച്ചു അതൊരു കുഞ്ഞു കൊച്ചാണ്, അതിൻ്റെ അടുത്ത് കുറച്ച് സ്നേഹത്തോടെ പെരുമാറിക്കൂടെ നിനക്ക്? ഉള്ള സ്നേഹമൊക്കെ ഉള്ളൂ. അവൾക്കും എൻ്റെ അടുത്ത് പറയുന്ന പോലെ സ്നേഹമൊന്നുമില്ലല്ലോ. അപ്പൊ അവളെങ്ങനെ എൻ്റെ അടുത്ത് പെരുമാറേ? അവളുടെ പ്രായമാണോ നീ? അവക്ക് ഇത്രയും ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പെരുമാറാൻ എൻ്റെ അടുത്ത്. ഈ കാണിക്കുന്ന മൊത്തം കൊച്ചിലുള്ള ദേഷ്യം അച്ഛാ. ഓ കൊച്ചിലുള്ള ദേഷ്യം. നീ ഇപ്പൊ 25 വയസ്സായല്ലോ. ആറൂന് 25 വയസ്സാകുമ്പോ എനിക്കിപ്പോ 56 വയസ്സായി. 56, 72 വയസ്സായിരിക്കും. അയ്യോ ഞാൻ കാണൂല. മുന്നേ ഉള്ള വയസ്സ് ഇപ്പോഴേ കൂട്ടി കഴിഞ്ഞു. ത്രികാലം ജ്ഞാനിയല്ലേ, കഴിഞ്ഞതും ഇപ്പൊ നടക്കുന്നതും നടക്കാൻ പോകുന്നതൊക്കെ അറിയും. ഞാൻ ത്രികാലജ്ഞാനി തന്നെടാ. നടക്കാൻ പോണ കാര്യം ഞാൻ പറയട്ടാ. നീ ഷോപ്പൊക്കെ തുടങ്ങുമ്പോ 10 പൂത്ത നീ ഉണ്ടാക്കും, ഇഷ്ടംപോലെ കാശ് സമ്പാദിക്കും. അപ്പം നിന്റെ ചേച്ചിയെയും അളിയനെയും പിള്ളേരെയും നീ മറന്നുല്ലസിച്ച് ജീവിക്കും. കാണൂല, പാറുവിന് 25 വയസ്സാകുമ്പോഴത്തേക്ക് കാണൂല. അതിന് മുമ്പേ ഞാൻ തട്ടും. നിങ്ങൾ ചളവ് പറഞ്ഞ് ജീവിച്ചോണ്ടിരുന്നോ? വേറെ ജോലിയില്ലല്ലോ. പറഞ്ഞേട്ടാ. അച്ഛാ, ഞാനത് എവിടെ ന്യായീകരിച്ച് പറയുന്നൊന്നുമല്ല. സംഭവം നമ്മളെ ആരുടെയും ഭാഗത്ത് തെറ്റുമല്ല. അവള് പറയുമ്പോ മാത്രമേ നമ്മളിപ്പോ അവളെ മൈൻഡ് ചെയ്യുന്നുള്ളൂ. ഡേ നീ ചുമ്മാ എഴുതിയില്ല, എണ്ണ ഒഴിക്കാടേ. ഒരു മിനിറ്റ് മോളെ, ഒരു സെക്കൻഡേ. ഇപ്പൊ റെഡി ആയി കൈ തരും. വാ കുഞ്ഞു വന്നേ, ഇട്ടിരുന്നേ. മക്കൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ പറ. മക്കൾക്ക് എന്ത് വേണമെങ്കിലും അമ്മ സഹായിച്ചു തരും. മക്കൾക്ക് വേണ്ടിയല്ലേ അമ്മ ജീവിക്കണേ അല്ലേ? ഓ പാൽപ്പായസം. എനിക്കെന്നാ ഇപ്പൊ പാൽപ്പായസം വേണം. നമ്മുടെ അടുത്ത് മാത്രമേ പണക്കമുള്ളൂ ലച്ചു. ഇവളെ കാര്യം ഞാൻ ഏറ്റ്. ലച്ചു ഓ പാല് കൊണ്ട് വീട്ട് പേടിപ്പിക്കോ? പാല് കൊണ്ടോ ഇവളെ? എന്റെ ഫോൺ എടുക്കണേടാ. കാര്യം പറയടാ. എന്തടാ? പണ്ട് പടവലത്ത് ഞാനും സുരേന്ദ്രനും കൂടെ പറ. വിറ്റായിരുന്നപ്പോഴത്തേക്ക് ഒരാൾ ഇതുപോലെ എടുത്തോണ്ട് പോയി. ആര് വിറ്റാ കിടന്ന്? ആരാ എടുത്തോണ്ട്? ചാച്ചി ശിവ, നീ ഇവിടെ പഠിക്കന്നെ? പിന്നെ ഞാൻ വൈകിട്ട് നിന്നെ പിക്ക് ചെയ്യാൻ പറഞ്ഞ ഇരുട്ടാവുന്നതിന് മുമ്പ് വന്നേക്കണേ. ഓ പിന്നെ നിന്റെ കൂട്ടുകാരുണ്ടോ അവിടെ? അന്നേരം ഹായ് പറഞ്ഞേക്ക്. എന്തടി ഞാൻ ചുമ്മാ പറഞ്ഞത്. എന്നാ ശരി, നീ പറയണ്ട. ഓ വെച്ചിട്ട് പോടൂ. അച്ഛേ, എല്ലാവരും ഇങ്ങനെ ഉടങ്ങിക്കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണത്. ഇങ്ങനെയൊക്കെ സംശയിക്കും.
ഈ ബാലേന്ദ്രൻ തമ്പിയാ കൊള്ളാലടി. മിസ്റ്റർ ഓൾഡ് കേശു സംസാരിക്കാൻ സമയമില്ല. ഓൾഡ് കേസുവാ എന്തിനേ കളിക്കണ? എന്തൊക്കെ ചെയ്ത് കാര്യം സാധിക്കണമെന്നേ ഇവക്ക് നല്ലോണം അറിയാം. അമ്പോ, എന്തിന്? അമ്മ കുട്ടാമ്മ എന്റെ ഹെയർ എങ്ങനെയുണ്ട്? അയ്യോ സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി. ആരക്കുട്ടിക്ക് എല്ലാം കൂടെ എത്ര രൂപ ആയി? പുതിയ ഡ്രസ്സ് കിട്ടിയാണല്ലേ? പഴയ ഡ്രസ്സൊക്കെ കളഞ്ഞാ? ഇല്ല ദേ ബാഗിലുണ്ട്. പിന്നെ കാശിന്റെ കണക്ക് ഞാനിപ്പോ പറയുന്നില്ല, എന്നിട്ട് എന്നെ ചീത്ത വിളിക്കാനല്ലേ. എന്നാൽ എത്ര രൂപ പറ. നമ്മൾ എത്ര രൂപ ചെലവാക്കി എന്നുള്ളതിനല്ലല്ലോ കാര്യം, അവരെത്ര സന്തോഷിക്കുന്നു എന്നുള്ളതിനല്ലേ കാര്യം. വളർന്നു വരുമ്പോ ഈ വീട്ടിലെ ഏറ്റവും സുന്ദരി വാറുവാരി. അത് ഞാൻ മനസ്സിൽ ഇരുന്നാ മതി. എന്റെ ഭാര്യ പിന്നെ ഭാര്യ എന്ന് പറയാനുള്ളൂ ഭാര്യ. നീലോ ഇറങ്ങടി. നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് സ്പാ ഒക്കെ ചെയ്ത് എത്ര ഒന്നും പ്രശ്നമില്ല. അടിച്ച് പൊളിച്ചിട്ട് വരാം. ഇറങ്ങി. ഇറങ്ങട്ടാ എന്നാ ഇറങ്ങട്ടാ. ഞാൻ ഒരു പഞ്ചിത് പറഞ്ഞു പറഞ്ഞോട്ട് ശരി കൊണ്ടുപോകടാ. ഞാൻ കൊണ്ടുപോകാം. നീ വാ. ലിക്വിഡ് കാഷ് ഉണ്ടെങ്കിൽ എടുത്തോ. എനിക്കൊന്ന് ഹെയർ ഒക്കെ കട്ട് ചെയ്ത് ഒന്ന് ഫേഷ്യലൊക്കെ ചെയ്ത് ഒന്ന് ബോഡി മസാജ് ഒക്കെ ചെയ്യണം. അല്ലെങ്കിൽ നീ കാർഡ് എടുത്താലും മതി, കുഴപ്പമില്ല. വാ പോയിട്ട് വരാം. വാ പോവാ. അയ്യടാ അങ്ങനെ ഇപ്പൊ വേണ്ട. അപ്പോൾ അത് ചീറ്റി. എന്തായാലും മോക്ക് ഡ്രസ്സും കൂടെ വാങ്ങിച്ചാൽ നന്നായി. ഇവിടെ കുറച്ച് ഫോട്ടോസും കൂടെ എടുക്കണം കേട്ടാ. സെറ്റ്. പിന്നില്ലേ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് ബാംഗ്ലൂർ, ബേബി ക്വീൻ കോമ്പറ്റീഷൻ. അതിൽ ഇവിടെ നമുക്ക് കൊണ്ടുപോവാം. അതിനുവേണ്ടി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കണം. അത് നമുക്ക് പിന്നെ എടുക്കാം. ഇപ്പൊ റാം വാക്കിന്റെ റിഹേഴ്സൽ ചെയ്യാം നമുക്ക്. അല്ല നമുക്കിപ്പോൾ റോളൊന്നുമില്ല ഇതിൽ. ആ ഉണ്ടല്ലോ, ഈ ഇൻഡിവിജ്വൽ ഫോട്ടോസ് മാത്രമല്ല പാരന്റ്സിൻ്റെ കൂടെയുള്ള ഫോട്ടോസും വേണം. അപ്പൊ അതിന്റെ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം.